ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം പുത്തനങ്ങാടിയിലുള്ള ഒരു ടർഫിലാണ്. ഇവിടെ 1000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഏതാണ്ട് കാൽഭാഗവും മണ്ണിനടിയിലാണ്. ഇങ്ങനെ വെച്ചിരിക്കുന്ന ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഇതേപോലെ കാൽഭാഗം മാത്രമാണ് ഭൂമിയുടെ അടിയിലെങ്കിൽ തീർച്ചയായും പറ്റും. എന്നാൽ പകുതിയോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഈ മെത്തേഡ് വർക്ക് ചെയ്യില്ല. എന്നാ ചോദിച്ചാൽ ആളിറങ്ങി കഴുകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇത് മണ്ണിനകത്ത് പകുതിയോളം കുഴിച്ചിട്ടിരിക്കുന്ന ഒരു ടാങ്കാണ്. 1000 ലിറ്ററിന്റെ ടാങ്കാണ് ഇപ്പൊ കുഴിച്ചിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന്റെ ബോൾ വന്നിരിക്കുന്നുണ്ട്, ചെറിയ കുട്ടിയെ പോലും ഇറക്കാൻ പറ്റത്തില്ല ഇതിനകത്ത്. കാരണം ഇപ്പൊ അടിയിൽ ഈ മണ്ണ് ഇതാണ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമായി വരുന്നത്. പക്ഷെ ഇതിനകത്ത് ചിലപ്പം ഈ മണ്ണ് കയറി വരുന്നുണ്ട്. ഈ വാട്ടർ അതോറിറ്റിയുടെ പണി നടക്കുന്ന സമയത്തൊക്കെ ഇതിനകത്ത് മണ്ണ് കയറി വരുന്നതുകൊണ്ട് ഈ മണ്ണ് കളയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരുന്നു. ഈ ഒരു സാധനം കിട്ടിയോടുകൂടി ഇതിനകത്ത് കംപ്ലീറ്റ് ചെളിയും മണ്ണും എല്ലാം വെളിയിൽ പോയി. കാരണം ഇതിനകത്ത് ഇറങ്ങാതെ തന്നെ ഈ ടാങ്കിനകത്തെ വെള്ളം കളയാതെ തന്നെ കംപ്ലീറ്റ് ചെളി അതിനകത്ത് എടുക്കുകയും ചെയ്ത് ബാക്കിയുള്ള വെള്ളം ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഫിൽട്ടർ ചെയ്ത് മുകളിലേക്ക് കയറ്റുക സാർ. കാരണം ഇതിനകത്തെ കംപ്ലീറ്റ് വെള്ളവും ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്.